മുസ്ലിങ്ങൾ അങ്ങുമിങ്ങും ഭിന്നിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ ഭിന്നിപ്പിന് അറുതി വരുത്താൻ യുദ്ധം വേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു വിശുദ്ധ ഫുർഖാനിൽ അളീമിലൂടെ വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. രണ്ട് മുസ്ലിം സമൂഹം അങ്ങുമിങ്ങും വക്കാണമുണ്ടായി അവസാനം പോരാട്ടത്തിലേക്ക് എത്തി. അപ്പോൾ അവരെ നിങ്ങൾ സുൽഹാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയോട് ആക്രമിക്കാൻ അവര് നീതി അംഗീകരിക്കുന്നില്ല, സത്യം അംഗീകരിക്കുന്നില്ല ഒരു പാർട്ടി. അങ്ങനെയാണെങ്കിൽ ആ സത്യം അംഗീകരിക്കാത്തതായ സമൂഹത്തോട് നിങ്ങൾ പോരാടുക. മുസ്ലിം രാഷ്ട്രത്തോട് കൽപ്പിക്കുകയാണ്, മുസ്ലിം നേതൃത്വത്തോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവരോട് പോരാടുക. ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ ഫഖാതിലുൽ ലതി തബ്ഗി, ഈ ആക്രമിക്കുന്നതായ പാർട്ടിയോട് നിങ്ങൾ പോരാടുക. ഹത്താ തഫിഅ ഇലാ അംരില്ലാ, അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക് അവർ മടങ്ങുന്നത് വരേക്കും. അങ്ങനെ അവർ മടങ്ങിക്കഴിഞ്ഞാൽ അവരെ സത്യത്തിൽ നീതിയിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് അവരെ മടക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടുകയും പരിശ്രമിക്കുകയും സുൽഹാക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക. അത്രത്തോളം ഭിന്നിപ്പിന് അറുതി വരുത്താൻ വേണ്ടി പോരാട്ടം വേണ്ടി വന്നാൽ പോരാട്ടം വരെ ചെയ്യണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയാണ് പണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഉസ്മാനെ കൊല്ലപ്പെടുത്തപ്പെട്ട പ്രശ്നത്തിൽ അലി ഇബ്നു അബി താലിബും മുആവിയയും അലി ഇബ്നു അബി താലിബും ആയിഷയും അങ്ങനെ പലരും ഇവിടെ നടന്നതായ പോരാട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. അതെന്തായിരുന്നു? ഐക്യത്തിന് വേണ്ടി ഈ ഇതുപോലെയുള്ളതായ ആയത്തുകളെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അവരുപയോഗിച്ചതായ ഗവേഷണ വിധേയമായ വിഷയത്തിലുള്ളതായ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്നല്ലാതെ അവർ ആദർശത്തിൽ വ്യതിയാനം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഓരോ വ്യക്തിയിലേക്ക് ഓരോ ഗ്രൂപ്പിനെ ചേർത്ത് പറയും പോലെ അന്ന് മുതൽ ഇന്ന് വരെ നാം ഉസ്മാൻ ഗ്രൂപ്പ് എന്നോ അലി ഗ്രൂപ്പ് എന്നോ ആയിഷ ഗ്രൂപ്പ് എന്നോ മുആവിയ ഗ്രൂപ്പ് എന്നോ നാം ഒരു ഗ്രൂപ്പിൻ്റെ പേര് കേട്ടിട്ടേ ഇല്ല. എന്തുകൊണ്ട്? അവർ ഗ്രൂപ്പീസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഭിന്നിച്ചത്. അവർ ഭിന്നിച്ചത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ അനൈക്യത്തെ തകർത്തിയും കൊണ്ട് ഐക്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമായിരുന്നു എന്നർത്ഥം.